നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനവതു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മാനവീയരായ ദാമ്പത്യങ്ങൾ വിനീതമായ നവമസ്കന്ധ 23:31 എടുക്കണ്ടേ? അതെ സാർ. നവമസ്കന്ധം അധ്യായം 23 ശ്ലോകം 31. ശശബിന്ദു മഹായോഗി മഹാഭോഗോ മഹാനഭോ ചതുർദശ മഹാരത്ന ചക്രവർത്തി അപരാജിതാം. യദുവിന്റെ രണ്ടാമത്തെ പുത്രനായ ക്രോഷ്ടാവിന് വൃജിനൻ എന്ന പുത്രനുണ്ടായിരുന്നു. അവനിൽ നിന്നും ശ്വാഹിയും അവനിൽ നിന്നും ഋഷികു അവനിൽ നിന്നും ചിത്രരഥനും ജനിച്ചു എന്നാണ് യദു തൊട്ടുമുമ്പത്തെ ശ്ലോകത്തിൽ കഥകൾ പറഞ്ഞു വെച്ചത്. ഇനിയും ചിത്രരഥനിൽ നിന്നും ശശബിന്ദു ഉണ്ടായി. ചിത്രരഥസ്തത എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. ചിത്രരഥനിൽ നിന്നും ശതബിന്ദു ഉണ്ടായി. ശതബിന്ദു മഹായോഗി, അദ്ദേഹം മഹായോഗിയും മഹാഭോഗിയുമായിരുന്നു. മഹായോഗി മഹാഭോഗു മഹാനഭൂ, അതുകൊണ്ട് മഹാൻ ആയിരുന്നു. എല്ലാ ഭൗതിക സുഖഭോഗങ്ങളും അനുഭവിക്കുന്നതിനും അതോടൊപ്പം എല്ലാവിധ ആത്മയോഗങ്ങൾ അനുഷ്ഠിക്കുന്നതിനുമായിരുന്നു. ചതുർദശ മഹാരത്ന ചക്രവർത്തി അപരാജിതാം, അതുകൊണ്ട് അദ്ദേഹത്തിന് 14 വിധം പദാർത്ഥങ്ങളിൽ ചതുർദശ മഹാരത്ന ചക്രവർത്തി അപരാജിത, ഈ 14 വിധത്തിലുള്ള ശ്രേഷ്ഠ വസ്തുക്കളിൽ, രത്നങ്ങളിൽ ആരാരും ജയിക്കാതിരുന്നതിനാൽ ചക്രവർത്തിയുമായി അദ്ദേഹം തീർന്നു. അദ്ദേഹത്തിന്റെ രത്നങ്ങൾ പല വിധത്തിലുള്ള രത്നങ്ങളെ കുറിച്ചാണ്. ഗജങ്ങൾ രത്നമാണ്, വാജി രത്നമാണ്, രഥം രത്നമാണ്, സ്ത്രീകൾ രത്നമാണ്, നിധി രത്നമാണ്, മാല രത്നമാണ്, അതുപോലെ വസ്ത്രം രത്നമാണ്, വൃക്ഷങ്ങൾ രത്നങ്ങളാണ്, ശക്തി രത്നമാണ്, പാശം രത്നമാണ്, മണിരത്നമാണ്, ഛത്രം രത്നമാണ്, വിമാനങ്ങൾ രത്നമാണ് എന്നിങ്ങനെ 14 തരം പദാർത്ഥങ്ങളെയാണ് ഇവിടെ രത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് രാജാവിന്റെ വിഭവങ്ങളിൽ ശ്രേഷ്ഠങ്ങളാണ് ഈ 14. ചതുർദശ മഹാരത്ന ചക്രവർത്തി അപരാജിത, അതുകൊണ്ട് ആരാലും ജയിക്കപ്പെടാനാവാത്ത ചക്രവർത്തിയായിട്ട് ശശബിന്ദു ശോഭിച്ചു. തസ്യപത്നി സഹസ്രാണം ദശാനാം സുമഹായശാ ദശലക്ഷ സഹസ്രാണി പുത്രാനാം താസ്വജീജനത്. തസ്യപത്നി, അവന്റെ പത്നി, സഹസ്രാണം ദശാനാം സുമഹായശാഹം, സഹസ്രാണാം ദശാനാം, സഹസ്രം 1000, ദശം 10, 10,000. അദ്ദേഹത്തിന്റെ പത്നിമാർ സുമഹായശാഹ, നല്ല കീർത്തിയുള്ളവരായ 10,000 പത്നിമാരുണ്ടായി. ദശലക്ഷ സഹസ്രാണി പുത്രാണാം തസ്വഫീ അജീജനത്, അവരിലെ ദശലക്ഷ സഹസ്രം പുത്രന്മാരെയും അജീജനം ജനിപ്പിച്ചു. മഹായോഗിയും മഹാഭോഗിയുമായതുകൊണ്ട് ഇത് സാധ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ദൃഷ്ടിയിൽ ഇതൊന്നും സംഭാവ്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഭോഗിയും യോഗിയുമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് 10,000 പത്നിമാരും 10 ലക്ഷം പുത്രന്മാരും അദ്ദേഹത്തിന് ഉണ്ടായി. തസ്യപത്നി സഹസ്രാണം ദശാനം സുമഹായശാ ദശലക്ഷ സഹസ്രാണി പുത്രാണാം താസ്വജീജനത്. തേഷാം ദുഷപ്രധാനാനാം പ്രസുസ്രവ ആത്മജ ധർമ്മോ
നാമോശനാദഫ്യ ഹയവേധ സതഫ്യ യാട്സ്. അവരിൽ വെച്ച് 6 പേരാണ് പ്രധാനികൾ. അവര് പൃഥുസ്രവഫ്, ആത്മജാഹ, പൃഥുസ്രവഫ് തുടങ്ങിയ ആത്മജന്മാർ. ധർമ്മോ നാമ ഉഷനാതഫ്യ ഹയമേധ ശതഫ്യ യാട്സ്. പൃഥുസ്രവഫ്, പൃഥുകീർത്തി, പൃഥുയശഫ് തുടങ്ങി 6 പേര് പ്രധാനികളാണ്. അവൻ പൃഥുസ്രവഫിന്റെ പുത്രനാണ് ധർമ്മൻ. അവന്റെ പുത്രനെ 100 അശ്വമേധം കഴിക്കുന്ന ഉഷരഫ് എന്ന് പേരുള്ളവനാണ്. തേഷാം ദുഷപ്രധാനാനാം പൃഥുസ്രവഫ ആത്മജ ധർമ്മോ നാമോ ഉശനാതഫ്യ ഹയമേധ ശതഫ്യാട്സ്. തത്ഫുതോരുചകഫ്തഫ്യ പഞ്ചാഫന്നാത്മജ ശൃണു ഉരുജിത് രുക്മരുക്മേഷു പൃഥുയാമഖഫജ്ഞിതാഃ. അവന്റെ പുത്രൻ ഉഷരഫിന്റെ പുത്രൻ രുചകൻ. തഫ്യ പഞ്ചാഫന് ആത്മജാഹ ശൃണു. ആ രുചകന് 5 പുത്രന്മാരുണ്ടായി. പുരുജിത്ത്, രുക്മൻ, രുക്മേഷു, പൃഥു, യാമഖൻ എന്ന് അവരുടെ പേരുകൾ. തത്ഫുതോ രുചകഫ്തഫ്യ പഞ്ചാഫന്നാത്മജാ ശൃണു പുരുജിത് രുക്മരുക്മേഷു പൃഥുയാമഖഫജ്ഞിതാഃ. രഥസ്ഥാം താം നിരീക്ഷ്യാഃ യാമഖസ്ത്വപ്രജോപ്യന്യാം ഭാര്യാം ശൈബ്യ പതിർഭയാത് നാവിന്ദച്ഛത്രുഭവനാത് പൂജ്യം കന്യാം അഹാരഷീത്. യാമഖഃ തു അപ്രജഃ. അവസാനം പറഞ്ഞ യാമഖന് അപ്രജന പുത്രന്മാരുണ്ടായില്ല. അന്യാം ഭാര്യാം ശൈബ്യാഭയാത് നാവിന്ദം. ശൈബ്യ എന്ന തന്റെ യഥാർത്ഥ ഭാര്യയെ ഭയന്നിട്ട് മറ്റൊരു ഭാര്യമാരെയും സ്വീകരിച്ചില്ല. യാമഖന്റെ പത്നിയുടെ പേര് ശൈബ്യ എന്നാണ്. ശൈബ്യയിൽ പുത്രന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യയെ ഭയപ്പെട്ടതുകൊണ്ട് മറ്റ് ഭാര്യമാരെ സ്വീകരിച്ചില്ല. ശൈബ്യയെ ഭയമായിരുന്നുകൊണ്ട് വേറെ ഭാര്യമാരെ സ്വീകരിച്ചില്ല. യാമഖസ്ത്വപ്രജോ അപി അന്യാം ഭാര്യാം ശൈബ്യ പതിർഭയാത് ന അവിന്ദത് ശത്രുഭവനാത് ഭോജ്യാം കന്യാം അഹാരഷീത്. എന്നിട്ട് ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് ശത്രുക്കളെ ജയിച്ചു വന്നപ്പോൾ അവിടുത്തെ വിശിഷ്ട വസ്തുക്കളെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരിക ഒരു പതിവുണ്ട്. അങ്ങനെ അവിടുന്ന് സുന്ദരിമാരായ കുറെ സ്ത്രീകളെ കൂടി കൊണ്ടുവരും. പക്ഷെ അവരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ശൈബ്യയെ പേടിച്ച് അവിടുന്ന് കൊണ്ടുവന്ന കന്യകയത് വിവാഹം കഴിച്ചില്ല. കന്യാം അഹാരഷീൽ, കന്യയെ അപഹരിച്ചു കൊണ്ടുവന്നു. രഥസ്ഥാം താം നിരീക്ഷ്യാഹ ശൈബ്യ പതിമഹർഷിതാം കേയം കുഹക മത്സ്ഥാനം രഥമാരോപിതേതി വൈ. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ രാജാവിന്റെ കൂടെ ഒരു കന്യക, ഒരു സ്ത്രീ, അതും താനിരിക്കുന്ന സ്ഥാനത്ത്. ശൈബ്യക്ക് ദേഷ്യായി. രഥസ്ഥാം താം നിരീക്ഷ്യാഹാം, രഥത്തിലിരിക്കുന്ന അവളെ കണ്ടിട്ട് പറഞ്ഞു. നിരീക്ഷ കണ്ടിട്ട് ആഹ പറഞ്ഞു. ശൈബ്യ എന്താ പറഞ്ഞേ? പതി അമർഷിത, പതിയോട് അമർഷിതയായിട്ട് പറഞ്ഞു. കേയം കുഹക, ഹേ ദുഷ്ട വഞ്ചക, ഇവൾ ആരാണ്? കായം കേയം കുഹക മത്സ്ഥാനം രഥം ആരോപിതേതി വൈ. മത്സ്ഥാനം രഥം, ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്ത് രഥത്തിലിരുന്നുവെന്ന് ഇവൾ ആരാണ് എന്നിങ്ങനെ അവൾ കുപിതയായി ചോദിച്ചു. രഥസ്ഥാം താം നിരീക്ഷ്യാഹ ശൈബ്യാപതിമർഷിതാം കേയം കുഹക മത്സ്ഥാനം രഥം ആരോപിതേതി വൈ. സ്നുഷാ തവേദ്യഭീതേ സ്മയന്തേ പതിമബ്രവീത് അഹം വന്ധ്യാ സപത്നീ ച സ്നുഷാ മേ യുജ്യതേ കഥം. രാജാവ് പെട്ടെന്ന് തടി തപ്പാൻ വേണ്ടി പറഞ്ഞു. സ്നുഷാ തവേദ്യഭീതേ, നിന്റെ മരുമകളാക്കാൻ വേണ്ടി കൊണ്ടതാണ്, നിന്റെ പുത്രന്റെ വധുവാക്കാൻ വേണ്ടി കൊണ്ടതാണ്. സ്നുഷ എന്ന് വെച്ചാൽ വധു, പുത്രഭാര്യ.
തവ ഇതി അഭിഹിതേ. നിന്റെ പുത്രന്റെ ഭാര്യയാക്കാൻ കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞപ്പോൾ സ്മയന്തേ പതിമം ബ്രവീത്, പുഞ്ചിരിച്ചുകൊണ്ട്, കളിയാക്കി പുഞ്ചിരിച്ചുകൊണ്ട് പതിം അബ്രവീത്, ഭർത്താവിന് ചോദിച്ചു, അഹം വന്ധ്യ, ഞാൻ വന്ധ്യാണല്ലോ, നമുക്ക് എവിടെ പുത്രനുണ്ടാകുന്നു? പുത്രനുണ്ടെങ്കിലല്ലേ ഈ പുത്രനെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കാൻ പറ്റൂ. അഹം വന്ധ്യ അഫപത്നീജ, ഇനിയും വേറെ ഭാര്യമാർ അങ്ങേക്കില്ല. അഫപത്നിയാണ്, മറ്റ് ഭപത്നിമാരാരുമില്ല. സ്നുഷാമേ യുജ്യതേ കഥം, അങ്ങനെയെങ്കിൽ ഇവൾ എങ്ങനെ പുത്രഭാര്യയായിട്ട് തീരും? ഇതെങ്ങനെ യോജിക്കും? എനിക്കും അങ്ങേക്കും പുത്രന്മാരുണ്ടായില്ല, അങ്ങേക്ക് വേറെ ഭാര്യമാരില്ല, അവരിലും പുത്രന്മാരില്ല, പിന്നെ എങ്ങനെയാണ് സ്നുഷയായിട്ട് തീരുന്നു എന്ന് പറഞ്ഞത്? സ്നുഷാതവേദ്യഭീതോ സ്മയന്തി പതിമം ബ്രവീത്, അഹം വന്ധ്യാഫപത്നീജ സ്നുഷാമേ യുജ്യതേ കഥം ജനയിഷ്യഫിയം രാജ്ഞി തഫ്യേയമുപയുജ്യതേ അന്വമോദം തത് വിശ്വേ ദേവാ പിതരേ വചാം. ജനിഷ്യഫിയം രാജ്ഞി, എന്തെങ്കിലും പുത്രൻ ഉണ്ടാകുകയാണെങ്കിൽ അന്ന് ആ പുത്രന്റെ ഭാര്യയാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ജനയിഷ്യഫിയം രാജ്ഞി തഫ്യ ഇയം ഉപയോഗിച്ചത്, അന്ന് ഇവൾ യോജിച്ചതാണ്. അന്വമോദന്ത വിശ്വദേവാഹ, അതുകൊണ്ട് ഭവതിക്ക് എന്നൊരു പുത്രനെ ജനിപ്പിക്കാൻ പറ്റുമോ അന്ന് ഇവളെ ഭാര്യയായിട്ട് ഉപയോഗിക്കാം എന്ന് ഭാര്യാഭീതരായ ജാമകൻ പറഞ്ഞു. പേടിച്ച് ഫറുവാങ്കം മറച്ചുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിനാൽ മുമ്പേ ബഹുകാലം ആരാധിക്കപ്പെട്ട ദേവന്മാരും പിതൃക്കളും ഒക്കെ പ്രസന്നരായിട്ട് ജനയിഷ്യതി, ജനിപ്പിക്കും എന്ന്, രാജ്ഞിക്ക് അങ്ങേ സന്താനം ഉണ്ടാകും എന്ന് ദേവന്മാർ മറുപടി പറഞ്ഞു. അന്വമോദന്ത, അനുമോദിച്ചു. തദ് വിശ്വേദേവാഹ, വിശ്വദേവന്മാരും പിതരഹ, പിതൃക്കളും ഈ രാജാവിന്റെ വാക്കിനെ അനുമോദിച്ചു. രാജാവ് പറഞ്ഞെന്താണ്? ജനൈഷ്യഫി, ഉണ്ടാകും എന്നെങ്കിലും അന്നാവട്ടെ, നിന്റെ വാക്ക് സത്യമായി തീരട്ടെ എന്ന് വിശ്വദേവകളും പിതൃക്കളും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ജനൈഷ്യഫിയം രാജ്ഞേ ദഫ്യേയം ഉപയുജ്യതേ അന്വമോദം തത് വിശ്വേ ദേവാപിതരേ വചാം. ശൈബ്യാഗർഭമഥാത് കാലേ കുമാരം സുഷുവേ ശുഭം ഫവിദർഭ ഇതി പ്രോക്ത ഉപയേമേ സ്നുഷാം ഫലി. അങ്ങനെ ശൈബ്യ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വിശ്വദേവന്മാരുടെയും പിതൃക്കളെയും അനുഗ്രഹം കൊണ്ട് ഗർഭത്തെ ധരിച്ചു. കാലേ കുമാരം ശിശുവേ ശുഭം, കാലത്ത് ഗർഭം ധരിച്ചു. ഗർഭകാലം പൂർണ്ണമായപ്പോൾ കുമാരം ശിശുവിൽ, കുമാരനെ പ്രസവിച്ചു, ശുഭമായി ഒരു മകനെ തന്നെ കിട്ടി. വിദർഭ ഇതി പ്രോക്ത, അവൻ വിദർഭൻ എന്ന് പേരു. ഉപയേമേ സ്നുഷാം സതി, അന്നേ കൊണ്ടുവന്ന് ശത്രുപരത്തിൽ കൊണ്ടുവന്ന് ഈ കന്യകയെ അവന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു.
ഇടയ്ക്കൊന്ന് നെറ്റ് പോയതായിരുന്നു, ഇപ്പൊ കിട്ടി. ഇടയ്ക്ക് നെറ്റ് പോയ സാറിന് അർജന്റായിട്ട് വല്ല ഗസ്റ്റും വന്നോ എന്ന് സംശയം തോന്നി. നെറ്റ് പോയതാ. ഇപ്പൊ ഒന്ന് പെട്ടെന്ന് വന്നു. അങ്ങനെ നമുക്ക് ആ അധ്യായം തീർന്നു. 24-ാമത്തെ അധ്യായം, 24-ാമത്തെ തീർന്നു. 25-ാം അധ്യായം അതും കൂടെ ഉള്ളൂ. അതുകൂടി നവമസ്കന്ധം തിരിയാണ്. 23 സാറേ തീർന്നത്? ഇനി 24 തുടങ്ങും. ഇനി 24 എടുക്കണം. ഇനി 24 ഉള്ളൂ തോന്നുന്നല്ലേ? അതെ. 23 തീർന്ന് നമുക്ക് 24-ലേക്ക് കിടക്കാം. ഇങ്ങനെ രാജാക്കന്മാരുടെ കഥ ചരിത്രം പറഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ. അപൂർവം ചിലടത്ത് മാത്രം ചില വിശേഷ കഥകളോ ഇതിലുണ്ടേ അത് പറയും. ബാക്കി ചരിത്രം പറയുള്ളൂ. ഇങ്ങനെ പോയാൽ മതിയല്ലോ, കുഴപ്പമില്ലോ. വിസ്തരിക്കാനൊന്നും ഇല്ല അവിടെ, അതുകൊണ്ടാണ്. അല്ല സാറേ, ഇവിടെ സഭയുടെ മകന് കല്യാണം കഴിച്ചോണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, വിദർഭനെ. അതെ. അപ്പൊ അത് അനിരുദ്ധന്റെ മറ്റേ കഥ, സതിയുടെ കഥ പോലെ ആയിരിക്കും അല്ലേ? അതെ, അതുപോലെ. ഓക്കെ സാർ. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ശൈബ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ശിബിയുടെ വംശത്തിൽപ്പെട്ടതായിട്ടാണോ? അത്രേ ഉള്ളൂ. ആണോ? അതുപോലെ ഭഗവാന്റെ അതല്ല, പത്നിയല്ല. ആ ശൈബ്യയുടെ വീട്ടിലെ നാരദൻ ചെന്നു എന്നൊന്ന് പറയുന്നുണ്ട്. അതും ശിവയുടെ വംശത്തിനുണ്ടായ ഒരു പുത്രിയാണ്. അവളെയാണ് ഭഗവാൻ വിവാഹം കഴിച്ചത്. അതല്ല ഇത് ഭഗവാന്റെ ജന്മത്തിനൊക്കെ മുമ്പായിരുന്നു. അഷ്ടവധുക്കളിൽ ഒരാളല്ല ശൈബ്യ, ആണോ? അല്ലല്ല, അല്ല. ഇത് വേറെ കഥയാണ്. അത് ശരി. യദുവംശത്തിന്റെ ഇവർ രണ്ടും ഒരേ വംശമാണോന്ന്? ഒരേ വംശത്തിലുണ്ടായതൊക്കെ ആ പേരിൽ വിളിക്കപ്പെടുന്നു. ചിലപ്പോൾ 10, 500, 600 വർഷം അവർ തമ്മിലുള്ള തലമുറയിലെ വ്യത്യാസം ഉണ്ടാവും. അതായിരിക്കും. 24-ാമത്തെ അധ്യായം. ശ്രീശുകൗവാച തഫ്യം വിദർഭോജനയൻ പുത്രാനാംന കുശക്രധൗ തൃതീയം രോമപാദം ച വിദർഭകുലനന്ദനം. യദുവംശത്തിലെ വിദർഭൻ എന്ന രാജാവ്, അവളിൽ കുശൻ, ക്രഥൻ, രോമപാദൻ എന്ന് 3 പുത്രന്മാർ. ഒരേ പേര് ഇഷ്ടം പോലെ കേൾക്കും. കേട്ടാൽ നമുക്ക് പരിചയമുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അത് തന്നെയാണോ എന്ന് ആശങ്കിക്കും. അതല്ല എന്ന് ഉറപ്പിക്കണം. അതുകൊണ്ടാണ് രോമപാദൻ എത്രയോ മഹർഷിമാരുടെ പേര് മാറി മാറി വരുന്നുണ്ട്. ഒരു പക്ഷെ ആ കുലത്തിലുണ്ടായത് കൊണ്ടായിരിക്കാം. അതേപോലെ ഒത്തിരി പേരുകൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആ പേരുകളൊക്കെ കേൾക്കുമ്പം നമുക്ക് പരിചയമുള്ള ഒരു പേരേ ഉള്ളൂ, നമ്മൾ അത് തന്നെ അല്ലേ എന്നിങ്ങനെ ആശങ്കിക്കും. അങ്ങനെ അല്ല എന്നതിന്റെ അർത്ഥം ഉറപ്പിക്കണം. രാമായണത്തിൽ വരുന്നുണ്ടല്ലോ രോമപാദന്റെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇന്നത്തെ തന്നെ ഉണ്ടായിരുന്നേ. അപ്പൊ വിദർഭൻ, അവൾ കുശൻ, ക്രഥൻ, രോമപാദൻ എന്ന് 3 പുത്രന്മാരെ ജനിപ്പിച്ചു. ഇവർ വിദർഭന്റെ വംശത്തെ സന്തോഷിപ്പിക്കുന്നവരുമായി. രോമപാദം വിദർഭകുലനന്ദനം, വിദർഭകുലത്തെ നന്ദിപ്പിക്കുന്നവരാ. തഫ്യം വിദർഭോജനേ പുത്രാവു നാംനാ കുശക്രഥൗ തൃതീയം രോമപാദം ച വിദർഭകുലനന്ദനം. രോമപാദഫുതോ ബഭ്രോ കുതിരജായത കുശികസ്തത്ഫുതസ്തസ്മാൻ ചേതി ചൈത്യാദയോ നൃപാഹം. രോമപാദന്റെ പുത്രന്മാർ ബഭ്രു, രോമപാദഫുതോ ബഭ്രുഹു, ബഭ്രുഹു കൃതിരജായത, ബഭ്രുവിൽ നിന്ന് കൃതി എന്ന പുത്രനുണ്ടായി. കൃതിപുത്രന്മാര് കുഷികൻ, അവന്റെ പുത്രൻ ചേതി, അവനിൽ നിന്നും ചൈത്യൻ മുതലായ രാജാക്കന്മാർ ഉണ്ടായി. ചേതി വംശത്തിലുണ്ടായവരെയൊക്കെ വിളിക്കുന്നേ ഉള്ളൂ. ഭാഗവതത്തിൽ ഇനിയും പറയാൻ പോകുന്ന കഥയിൽ വരുന്ന ചൈത്യൻ അല്ല. നമുക്ക് അതേയുള്ളൂ പരിചയം. അങ്ങനെ വിചാരിക്കരുത്. ചേതി വംശത്തിലെ കഥയെക്കുറിച്ച് പറയുന്നേ ഉള്ളൂ. രോമപാദഫുതോ ബഭ്രോകൃതിരജായത കുശികസ്തത്ഫുതസ്തസ്മാത് ചേതി ചൈത്യാദയോ നൃപാഹം. കഥഫ്യകുന്തിപുത്രോ ഭൂദ്വിഷ്ണുസ്തഫ്യാഥ നിർവൃതി പുത്രോ ദശാർഹോ നാംന അഭൂത്തഫ്യ വ്യോമഫുതസ്തത. അങ്ങനെ കഥന്റെ പുത്രൻ കുന്തി, അവന്റെ പുത്രൻ വൃഷ്ണി, അവന്റെ പുത്രൻ നിർവൃതി, അവന്റെ പുത്രൻ ദശാർഹൻ, അവന്റെ പുത്രൻ വ്യോമൻ.
നമ്മൾ നേരത്തെ ഭോജന്റെ പുത്രിയായിട്ടുള്ള കുന്തിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി നമുക്ക് വരാൻ പോകുന്നത്. പക്ഷെ ഇതല്ല പറയുന്നതെന്ന് ഇവിടെയും ധരിക്കണം. കഥഫ്യ കുന്തി പുത്രോഭൂ. കുന്തി എന്നുള്ളത് ഇവിടെ പുല്ലിംഗമാണ്, പുരുഷന്റെ പേരാണ്. കഥന്റെ പുത്രൻ കുന്തിയാണ്, അവന്റെ പുത്രൻ വൃഷ്ണിയാണ്, അവന്റെ പുത്രൻ നവൂതിയാണ്, അവന്റെ പുത്രൻ നിസാർഹനാണ്, അവന്റെ പുത്രൻ യോഗം. ഇതൊക്കെ പുല്ലിംഗങ്ങളാണ്. നമുക്ക് പരിചയമുള്ള കുന്തി സ്ത്രീലിംഗമാണ്, അതല്ല ഇവിടെ നിന്ന് അറിയാൻ വേണ്ടിയാണ്. കഥഫ്യ കുന്തി പുത്രോ വിഷ്ണുസ്തഫ്യാഥ നിർവൃതി പുത്രോ ദശാർഹോ നാംന അഭൂതഫ്യോമഫുതസ്തദാം ജീമോദോ വിഗതസ്തഫ്യ യഫ്യ ഭീമരഥഫുതാം തദോ നവരഥ പുത്രോ ജാതോ ദശരഥസ്തദാം. വ്യോമന്റെ പുത്രൻ ജീമൂതൻ, അവന്റെ പുത്രൻ വികൃതി, അവന്റെ പുത്രൻ ഭീമരഥൻ, അവന്റെ പുത്രൻ നവരഥൻ, അവന്റെ പുത്രൻ ദശരഥൻ. ജീമോദോ വിഗതസ്തഫ്യ ഭീമരഥഫുതാം തദോ നവരഥ പുത്രോ ജാതോ ദശരഥസ്തദ. ദശരഥൻ എന്ന് കേട്ടാലും രാമായണത്തിൽ ദശരഥനാണെന്ന് വിചാരിക്കല്ലേ, അത് സൂര്യവംശത്തിലാണ്, ഇത് ചന്ദ്രവംശത്തിലെ കഥയാണ്. കരംഭി ശകുനെ പുത്രോ ദേവരാതസ്തദാത്മജാം ദേവക്ഷത്രസ്തദസ്തഫ്യ മധു കുരുവശാദനു. ദശരഥന്റെ പുത്രൻ ശകുനിയാണ്. അപ്പോൾ ഇതൊന്നും മറ്റേ കഥയായിട്ട് സ്മരിക്കരുത്, വെറുതെ പേര് കെട്ടി വിട്ടാൽ മാത്രം മതി. എങ്ങനെ ദശരഥപുത്രൻ ശകുനിയാകും എന്ന് രാമായണം മഹാഭാരതം പഠിച്ച് നമുക്ക് ആകെപ്പാടെ എന്താണ് സംശയം. ദശരഥന്റെ പുത്രൻ ശകുനി, ശകുനിയുടെ പുത്രൻ കരംഭി, അവന്റെ പുത്രൻ ദേവരാജൻ, അവന്റെ പുത്രൻ ദേവക്ഷത്രൻ, അവന്റെ പുത്രൻ മധു, അവന്റെ പുത്രൻ കുരുവശൻ, അവന്റെ പുത്രൻ അനു. കരംഭി ശകുനെ പുത്രോ ദേവരാതസ്തദാത്മജാം ദേവക്ഷസ്തദസ്തഫ്യ മധു കുരുവശാദ അനു. പുരുഹോത്രസ്തന്നോ പുത്രസ്തഫ്യായു ഫാത്വതസ്തദാ ഭജമാനോ ഭജിർദിവ്യോ കൃഷ്ണത്തെ ഫാത്വതഫ്യഫുതാ സപ്ത ഭാഭോജശ്ചമാരിഷാം. ഹേ മാരിഷ എന്ന് സംബോധനയേ ഉള്ളൂ, ശ്രേഷ്ഠൻ എന്നേ ഉള്ളൂ അർത്ഥം. മാരിഷ. അനുവിന്റെ പുത്രൻ പുരുഹോത്രൻ, അവന്റെ പുത്രൻ ആയുസ്, അവന്റെ പുത്രൻ ഫാത്വൻ, അവന്റെ പുത്രന്മാര് ഖജമാനൻ, ഭജി, ദിവ്യൻ, വൃഷ്ണി, ദേവാവൃതൻ, അന്ധകൻ, മഹാഭോജൻ എന്ന് 7 പേര്. പുരുഹോത്രസ്ത്വൻ സ്തു അനോഹു പുത്രസ്തഫ്യായു ഫത്വതസ്തദാം ഭജമാനോ ഭജിർദിവ്യോ കൃഷ്ണ ദേവാവൃതോന്ധകഃ ഫാത്വതസ്യ സുധാ സപ്ത ഭാഭോജശ്ചമാരിഷാം ഭജമാനസ്യ നിമ്രോജി കിങ്കിണോ ദൃഷ്ടിദേവതാം ഏകഫ്യാമാത്മജ പത്ന്യാം അനഫ്യാം തത്രയഫുതാം ശതാദിത്യ ഫഹഫ്രജിത് അയുധജിതി പ്രഭോ. ഹേ പ്രഭോ എന്ന് സംബോധനയാണ്. ഭജമാനഫ്യ, ഭജമാനനെ, നിമ്രോജി കിങ്കിണോ ധൃഷ്ടിദേവത. നിമ്രോജി എന്ന ഭാര്യയിൽ കിങ്കണൻ ധൃഷ്ടി എന്ന് അല്ല, അദ്ദേഹത്തിന് ഒരു ഭാര്യയിൽ എന്താണ് നിമ്രോജി, കിങ്കണൻ, ധൃഷ്ടി എന്ന് 3 പുത്രന്മാരുണ്ടായി. മറ്റൊരു ഭാര്യയിൽ ഏകഫ്യാം ആത്മജാഹ പത്ന്യാം അനഫ്യം ത്രയഫുതാഹ. മറ്റൊരു ഭാര്യയിലെ 3 പുത്രന്മാരുണ്ടായി. ശത്രാജിത്, ഫഹഫ്രാജിത്, അയുധാജിത്ത് എന്നു പേരായ 3 പേർ. ശതാജിത്ത്, ഫഹഫ്രജിത്, അയുധാജിത് ഇതി പ്രഭോ. ഭജമാനഫ്യ നിമ്രോജി കിങ്കിണോ ധൃഷ്ടിരേവചാം ഏകഫ്യാമാത്മജ പത്ന്യാം അനഫ്യം ത്രയഫുതാം ശതാജിത്ത് ഫഹഫ്രജിത് അയുധജിതി പ്രഭോ. ബഭ്രുദേവാവൃധ ഫുതസ്തയോ ശ്ലോകൗ പഠന്ത്യമൂ. ദേവാവൃതപുത്രന്റെ പേര് ബഭ്രു. അവർ 2 പേരുടെയും മാഹാത്മ്യങ്ങളെ സൂചിപ്പിക്കുന്ന ഈ 2 ശ്ലോകങ്ങൾ പഠന്തി അമു, പണ്ടുള്ളവരിങ്ങനെ ചൊല്ലിക്കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞതൊന്ന് ഉദാഹരിക്കാൻ. ബഭ്രുദേവാവൃതഫുതസ്തയോ ശ്ലോകൗ പഠന്ത്യമൂ യഥൈവ ശൃണുമോ ദൂരാത് സംപശ്യാമസ്തധാന്തികാത്
ബഭ്രുശ്രേഷ്ഠോ മനുഷ്യാണാം ദേവാവധഫമാം യഥൈവ ശൃണുമോ ദൂരാത് സംപശ്യാമസ്തന്തിക. എപ്രകാരമാണോ ദൂരെ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നത് അതേപോലെ അരികത്ത് വരുമ്പോഴും കാണാനും പറ്റും. ദൂരെ നിന്ന് ശബ്ദം കേൾക്കുന്ന ആളിനെ അപ്പൊ തന്നെ അരികത്ത് വന്ന് കാണാൻ പറ്റും. ഇതൊരു സിദ്ധിയാണ്. ആ രണ്ടുപേരെയും കാണുകയും ചെയ്യും. കേൾവിയും കാഴ്ചയും ഒരേപോലെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാൻ അതുകൊണ്ട് ബഭ്രു മനുഷ്യരിൽ വെച്ച് ശ്രേഷ്ഠനാണ്. ദേവാവർത്തൻ ദേവന്മാരോട് സദൃശനുമാണ്. യഥൈവ ശൃണുമോ ദൂരാത് സംപശ്യാമസ്തന്തികാത് ബഭ്രു ശ്രേഷ്ഠോ മനുഷ്യാനം ദേവാവധഫമാഹം പുരുഷാഃ പഞ്ചഷഷ്ടിശ്ചാഷദ്സഹസ്രാണി ചഷ്ടജാം യേ അമൃതത്വമനുപ്രാപ്ത ബഭ്രോർദേവാവധാദപി. പുരുഷാഃ പഞ്ചഷഷ്ടിച്ച ഷഡ്സഹസ്രാണി ച അഷ്ടച. പഞ്ചഷഷ്ടി 65, ഷഡ്സഹസ്രാണി 6000, അഷ്ടച 8. അപ്പൊ എന്താണ്? 66,065 8, പഞ്ചഷഷ്ടിയും 8. ഇത്രയും പുരുഷന്മാർ ബഭ്രുവിൽ നിന്നും ദേവാവധാത് അപി ദേവാവധനിൽ നിന്നും അമൃത മോക്ഷത്തെ പ്രാപിച്ചവരായി തോന്നുക. ബഭ്രുവിന്റെയും ദേവാവധന്റെയും കുലത്തിൽ ജനിച്ച എല്ലാവരും കൂട്ടിയാൽ 6073 പേര്. അവരുടെയൊക്കെ ഉപദേശാനുസരണം പ്രവർത്തിച്ചതിനാൽ മോക്ഷം പ്രാപിച്ചവരായി തോന്നുന്നവരല്ല. പുരുഷാഃ പഞ്ചഷഷ്ടിച്ച ഷഡ്സഹസ്രാണി ച അഷ്ടജാം യേ അമൃതത്വമനുപ്രാപ്ത ബഭ്രോ ദേവാവധാദപി. മഹാഭോജോപി ധർമാത്മാ ഭോജാം ആസംസ്തദന്വയേൻ കൃഷ്ണേ സുമിത്രപുത്രോ ഭൂത് യുധാജിച്ച പരന്തപാം. മഹാഭോജൻ അത്യന്തം ധർമാത്മാവാണ്. മഹാഭോജോപി ധർമാത്മാ ഭോജ ആഫൻ തത് അന്വയേ. അവന്റെ വംശത്തിൽ എല്ലാവരും ഭോജന്മാരെന്ന് കീർത്തിക്കപ്പെട്ടവരായിരുന്നു. കൃഷ്ണയുടെ പുത്രനായിട്ട് സുമിത്രനും യുധാജിത്വം ഉണ്ടായി. കൃഷ്ണേഹ പുത്ര സുമിത്ര പുത്രോ ഭൂത് യുധാജിച്ച പരന്തപ. മഹാഭോജോപി ധർമാത്മാ ഭോജ ആസംസ്തദന്വയേ കൃഷ്ണേ സുമിത്രപുത്രോ ഭൂത് യുധാജിച്ച പരന്തപാം. തസ്യ അനമിത്രശ്ച നിമ്നോഭൂതനമിത്രതാം സത്രാജിത പ്രസേനശ്ച നിമ്നവ്യാപ്യാഫതുസ്തൗ. യുധാജിത്തിന് ശിനി എന്നും അനമിത്രനും 2 പുത്രന്മാർ. അതിൽ അനമിത്രനിൽ നിന്ന് നിമ്നൻ എന്ന പുത്രനായി. നിമ്നന് സത്രാജിതൻ പ്രസേനൻ എന്ന 2 പുത്രന്മാർ. ഇത് നമ്മൾ ശ്രീമന്തമേ കഥയിൽ പഠിക്കുന്ന അവർ തന്നെയാണ്, യാദവന്മാരുടെ പേര് തന്നെയാണ്. ശിനിസ്തഫ്യാഫൻ അമിത്രശ്ച നിമ്നോഭൂതനമിത്രതാം സത്രാജിത പ്രസേനശ്ച നിമ്നവ്യാപ്യാഫതുസ്തൗ. അനമിത്രഫുതോ യോന്യ ശനിസ്തഫ്യാധിപത്യകാം യുവിധാന ഫാത്യകർവൈ ജയസ്തഫ്യ പുനിസ്തതാം. അനമിത്രന് മറ്റൊരു ഭാര്യയിൽ ജനിച്ച ശനിക്ക് ഫത്യകൻ എന്ന പുത്രനുണ്ടായി. ഫത്യകപുത്രൻ യുവിധാനൻ, അവന്റെ പുത്രൻ ജയൻ, അവന്റെ പുത്രൻ കുണി. അനമിത്രഫുതോ യോന്യ ശനിസ്തഫ്യാധപത്യകാം യുവിധാന ഫാത്യകർവൈ ജയസ്തഫ്യ പുനിസ്തതാം. യുഗന്ധരോ അനമിത്രഫ്യാവൃഷ്ണിപുത്രോപരസ്തതാം ശ്വഫൽക്കശ്ചിത്രരഥശ്ച ഗാന്ധിന്യം ച ശ്വഫൽക്കത. അക്രൂരപ്രമുഖ ആസൻ പുത്ര ദ്വാദശ വിശ്രുതാഹം. കണിയുടെ പുത്രൻ യുഗന്ധരൻ. അനമിത്രന് വൃഷ്ണി എന്നു പേരായ മറ്റൊരു പുത്രൻ ഉണ്ടായി. അവന് ശ്വഫൽക്കൻ, ചിത്രരഥൻ എന്ന 2 പുത്രന്മാർ. ശ്വഫൽക്കന് ഗാന്ധിനി എന്നു പേരായ ഭാര്യയിൽ അക്രൂരൻ എന്ന പ്രധാനിയോടുകൂടിയ 12 പുത്രന്മാരുണ്ടായി. അക്രൂരനെ കൂടാതെ തന്നെ അപ്രഖ്യാതരായ 12 പുത്രന്മാരും ഉണ്ടായിരുന്നു സാരം. ഇതൊക്കെ നമ്മൾ ഇനിയും ഭാഗവത്തിൽ പഠിക്കാൻ പോകുന്ന ബാക്കി കഥയിലെ പേര് തന്നെയാണ്.
പക്ഷെ അതിൽ അക്രൂരിൽ ഒരാളെ നമുക്കറിയൂ. അക്രൂരിന്റെ സഹോദരങ്ങളായിട്ട് 12 പേരും ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ ഇവിടെ ഈ ചരിത്രം പറഞ്ഞു പോകും. യുഗന്ധരോ അനമിത്രഫ്യാവിഷ്ണിപുത്രോ പരസ്തതാം സ്വഫൽക്കശ്ചിത്രരഥശ്ച ഗാന്ധിന്യം ച സ്വഫൽക്കതാം അക്രൂര പ്രമുഖ ആഫൻപുത്ര ദ്വാദശ വിശ്രുതാം ആഫംഗ ഫാരമേയശ്ച മൃദുവിദ്ഗിരി ധർമ്മവർദ്ധസുകർമാജ ക്ഷേത്രോപേക്ഷോരിക്ഷോ അരിമർദ്ദന ശത്രുഘ്നോ ഗന്ധമാദശ്ച പ്രതിബാഹുശ്ച ദ്വാദശാം. അവരുടെയൊക്കെ പേര് ആഫങ്കൻ, ഫാരമേയൻ, മൃദുരൻ, മൃദുവിത്ത്, ഗിരി, ധർമ്മവൃദ്ധൻ, സുകർമാവ്, ക്ഷേത്രോപേക്ഷൻ, അരിമർദ്ദനൻ, ശത്രുഘ്നൻ, ഗന്ധമാദൻ, പ്രതിബാഹു എന്നുപേരായ 12 പുത്രന്മാരാണ് അക്രൂര സഹോദരന്മാർ. അവരുടെ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആഫംഗ ഫാരമേയശ്ച മൃദുരോ മൃദുവിദ്ഗിരി ധർമ്മവർത്ഥ സുകർമാജ ക്ഷേത്രോപേക്ഷോ അരിമർദ്ദന ശത്രുഘ്നോ ഗന്ധമാദശ്ച പ്രതിബാഹുശ്ച ദ്വാദശ. തേഷാം സുഫാം ഫുചീരാഖ്യാം ദ്വാവക്രൂരഫുദാവവി ദേവവാൻ ഉപദേവശ്ച തഥാ ചിത്രരഥാത്മജാ പൃഥു വിദൂരഥാദ്യാശ്ച ബഹവോ വിഷ്ണുനന്ദനാഃ കുകുരോ ഭജമാനശ്ച ശുചി കമ്പളബർഹിഷാം. തേഷാം അവരുടെ സഹോദരിയായിട്ട് ഫുചീരാഖ്യ, ഫുചീര എന്നു പേരുള്ളവൾ ഒരു കന്യകയുണ്ടായി. തേഷാം ഫുഫാ ഫുചീരാഖ്യ ദ്വൗ അക്രൂരഫുതൗ അപി. അക്രൂരിന് 2 പുത്രന്മാരുണ്ടായി. ദേവവാൻ, ഉപദേവൻ എന്ന 2 പുത്രന്മാർ. ദേവവാൻ ഉപദേവശ്ച തഥാ ചിത്രരഥാത്മജാഹ. ചിത്രരഥപുത്രന്മാരായിട്ട് പൃഥു, വിദൂരഥൻ മുതലായവരുണ്ടായി. ഇങ്ങനെ വൃഷ്ടിവംശത്തെ സന്തോഷിപ്പിക്കുന്നവരായിട്ട് ധാരാളം ആൾക്കാരുണ്ടായി. കുകരൻ, ഭജമാനൻ, ശുചി, കമ്പളബർഷൻ എന്ന 4 പേർ അന്ധകപുത്രന്മാരാണ്. കുകുരോ ഭജമാനശ്ച ശുചി കമ്പളബർഹിഷ അവർ വിഷ്ണു നന്ദനന്മാരാണ്. തേഷാം സുഫാം ഫുചീരാഖ്യാം ദ്വാവക്രൂരഫുദാവവി ദേവവാൻ ഉപദേവശ്ച തഥാ ചിത്രരഥാത്മജാ പൃഥു വിദൂരഥാദ്യാശ്ച ബഹവോ വിഷ്ണുനന്ദനാഃ കുകുരോ ഭജമാനശ്ച ശുചി കമ്പളബർഹിഷാം കുകുരഫ്യുഫുദോ വന്യ വിലോമാ തനയസ്തതാം കപോതരോമാദഫ്യാനുഫഖായിഫ്യതുംബുരു. കുകുരന്റെ പുത്രനെ വന്നി, അവന്റെ പുത്രൻ വിലോമാവ്, അവന്റെ പുത്രൻ കപോതരോമാവ്, അവന്റെ പുത്രൻ അനു, അനുവിന്റെ സഖാവാണ് തുംബുരു. കുകരഫ്യുഫുദോ വന്യ രോമാതനേസ്തതാം കപോതരോമാദഫ്യാനുഫഖായിഫ്യതുംബുരു. അന്ധകോ ദുന്ധുവിസ്തഫ്യാം ദരിദ്യോത പുനർവസു തസ്യാഹുവശ്ചാഹുവീതകന്യാ ചൈവാഹുകാത്മജൗ ദേവകശ്ചോഗ്രഫേനശ്ച ചത്വാരോ ദേവകാത്മജാ ദേവവാൻ ഉപദേവശ്ച ദേവവർദ്ധനാം. അനുവിന്റെ പുത്രന്മാർ അന്ധകൻ, അവന്റെ പുത്രൻ ദുന്ദുഭി, അവന്റെ പുത്രൻ ദരിദ്യോതൻ, അവന്റെ പുത്രൻ പുനർവസു, അവന് ആഹുകൻ എന്ന പുത്രനും ആഹുയി എന്ന പുത്രിയും ഉണ്ടായി. അന്ധകോ ദുന്ദുഭിസ്തസ്യ ദരിദ്യോത പുനർവസു തസ്യാഹുകശ്ചാഹുവീചകന്യാം ചൈവ ആഹുകാത്മജൗ. അവന് ദേവകൻ എന്നും ഉഗ്രഫേൻ എന്നും പേരായ 2 പുത്രന്മാർ. അതിൽ ദേവകന് ദേവവാൻ, ഉപദേവൻ, സുദേവൻ, ദേവവർദ്ധൻ എന്ന് 4 പുത്രന്മാർ. ദേവകശ്ചോഗ്രഫേനശ്ചത്വാരോ ദേവകാത്മജാം ദേവവാൻ ഉപദേവശ്ച സുദേവോ ദേവവർദ്ധനാം. തേഷാം സുഫാരഫത്താഫൻ സുദേവാദയോ നൃപാം ശാന്തിദേവോപദേവാച ശ്രീദേവാദേവരക്ഷിതാം സഹദേവാദേവകീച വസുദേവ ഉവാഹതാഹം. അവരുടെ സഹോദരിമാരായിട്ട് 7 പേരുണ്ടായി. ദധൃതദേവ,
ശാന്തിദേവ, ഉപദേവ, ശ്രീദേവ, ദേവരക്ഷിത, സഹദേവ, ദേവകി എന്ന് 7 പേരുടെ പേർ. ദേവകിക്കുള്ള 6 സഹോദരിമാരുടെ പേരും നമുക്ക് ഒരു പേര് മാത്രമേ പരിചയമുള്ളൂ. പക്ഷെ ഇത് ചരിത്രം പറഞ്ഞു വരുമ്പോൾ കുടുംബ ചരിത്രം പറയുമ്പോൾ ഈ പേര് മുഴുവൻ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. എന്ന് ഇവരെ വസുദേവൻ വിവാഹം ചെയ്തു. 7 പേരെയും വസുദേവൻ വിവാഹം ചെയ്തു. തേഷാം ദേവാദയോ നൃപാം ശാന്തിദേവോപദേവോജ ശ്രീദേവാദേവരക്ഷിതാം സഹദേവാദേവഗീത വസുദേവ ഉവാഹതാഹം. അവൾമാരൊക്കെ വസുദേവൻ വിവാഹം കഴിച്ചു. കംസഫുനാമാന്യോധകങ്ക ശംഖുഫുഹുസ്തഥാം രാഷ്ട്രവാലോധ സൃഷ്ടിശ്ചാതുഷ്ടർമാൻ ഔഗ്രസേനയാം. ഉഗ്രസേനന്റെ പുത്രന്മാരായിട്ട് കംസൻ, സുനാമാവ്, ഞഗ്രോധൻ, കുങ്കുൻ, ശംഖു, ഫുഹു, രാഷ്ട്രപാലൻ, സൃഷ്ടി, തുഷ്ടിമാൻ എന്ന് 9 പേർ ഉഗ്രസേനന്റെ പുത്രന്മാരായിട്ടുണ്ട്. അതിൽ ഒരാളാണ് കംസൻ. കംസഫുനാമാന്യോധ കങ്ക ശംഖുഫുഹുസ്തഥാം രാഷ്ട്രവാലോധ സൃഷ്ടിച്ച തുഷ്ടിമാൻ ഔഗ്രസേനയാം. കംസവതീ ഗംഗാം ശൂരഭൂരാഷ്ട്രപാലികാം ഉഗ്രസേന ദുഹിതരോ വസുദേവ അനുജസ്ത്രീയാം. ഉഗ്രസേനന്റെ പുത്രന്മാർ ഉഗ്രസേന ദുഹിതര. വസുദേവ അനുജസ്ത്രീയ. വസുദേവ അനുജന്മാരുടെ ഭാര്യമാണ്. കംസവതി കങ്ക രാഷ്ട്രപാലിക ഇവർ ഉഗ്രസേന പുത്രിമാരാണ്. വസുദേവന്റെ അനുജന്മാരായ ദേവഭാഗാദികളിലെ ഭാര്യമാരുമാണ് ഇവർ. കംസവതി കങ്ക ശൂരഭൂരാഷ്ട്രപാലിക ഉഗ്രസേന ദുഹിതരോ വസുദേവ അനുജസ്ത്രീയാം. ശൂരോ വിദൂരധാദാസീത് ഭജമാനഃസുതസ്തതാം ശനിസ്തസ്വാൻ സ്വയം ഭോജോ ഉദീകസ്തത്സുതോ മതാം. ചിത്രരഥന്റെ പുത്രനായ വിദൂരഥനിൽ നിന്ന് ശൂരൻ, അവനിൽ നിന്ന് ഭജമാനൻ, അവനിൽ നിന്ന് ശനി, അവനിൽ നിന്ന് സ്വയം ഭോജൻ, അവനിൽ നിന്ന് ഹൃദീകൻ എന്ന്. യാദവവംശം മുഴുവൻ പറയണം, കുറേ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ശൂരോ വിദൂരധാദാസീത് ഭജമാനഃസുതസ്തതാം ശനിസ്തസ്മാൻ സ്വയം ഭോജോ പ്രതീകസ്തത്സുതോ മതാം. ദേവവാഹുഷ്യതധനോകൃതവർണേതുസുതാ ദേവമീഢശൂരസ്യ മാരിഷാനാമപത്ന്യഭൂത്. ദേവവാഹു, ശതധനുസ്, കൃതവർമാവ് എന്ന് 3 പുത്രന്മാർ ഹൃദീകനായി. ദേവമീഢനും ഹൃദീകൻ പുത്രൻ തന്നെ. ദേവമീഢപുത്രനാണ് ശൂരൻ. അവന്റെ പത്നിക്ക് മാരിഷ എന്ന് പേര്. ദേവബാഹുഷ്യതധനുകൃതവർണേതുസുതാ ദേവമീഢശൂരസ്യ മാരിഷാനാമപത്ന്യഭൂത്. തസ്യം സഞ്ജനയാമാസ ദശപുത്രാനകൽമഷാൻ വസുദേവം ദേവഭാഗം ദേവശ്രവസമനാമകം സഞ്ജയം ശ്യാമകം കങ്കം ശമീകം വത്സകം മൃഗം ദേവദുന്ദുഭയോ നേതു മാനകാഹ യസ്യജന്മനി. വസുദേവം ഹരേ സ്ഥാനം വദന്ത്യാനകദുന്ദുഭിം തഥാച ശ്രുതദേവാച ശ്രുതകീർത്തിശ്രുതസ്രവാം. രാജാതിദേവീ ചൈതേഷാം ഭഗിന്യ പഞ്ചകന്യകാഃ കുന്ദേ ഭക്ഷുപിതാശൂയോ യപുത്രധാമദാത്. ഈ നമുക്ക് പരിചയപ്പെട്ട ഏതാണ്ട് കഥയിലേക്ക് വരികയാണ്. ശൂരൻ പത്നിയായ മാരിഷയിൽ മനഃശുദ്ധിയുള്ളവരായ 10 പുത്രന്മാർ ജനിച്ചു. തസ്യാം സഞ്ജനയാമാസ ദശപുത്രാൻ അകൽമഷാൻ. വസുദേവൻ, ദേവഭാഗൻ, ദേവശ്രവസ്, ആനകൻ, സഞ്ജയൻ, ശ്യാമകൻ, കങ്കൻ, ശമീകൻ, വത്സകൻ, മൃഗൻ എന്നാണ് അവരുടെയൊക്കെ പേര്. അതിലെ സഞ്ജയം, ശ്യാമകം, കങ്കം, ശമീകം, വത്സകം, മൃഗം ദേവദുന്ദുഭയോ നേതുഹു ആനകാഹ ഇഫി ജന്മനി. അതിലെ യാതൊരുവന്റെ ജന്മസമയത്ത് ദേവന്മാർ ദുന്ദുഭിയും ആനകമെന്ന വാദ്യങ്ങളും മുഴക്കിയോ അതുകൊണ്ട് വസുദേവം
ഹരേ സ്ഥാനം വദന്തി ആനകദുന്ദുഭി. യാതൊരുവന്റെ ജന്മത്തിൽ ദേവന്മാർ ആനകവും ദുന്ദുഭിയും മുഴക്കിയോ, ഹരേഹെ ഹരിയുടെ പ്രാദുർഭാവത്തിനു വേണ്ടിയുള്ള ഇവന്റെ ജന്മത്തിൽ ദേവന്മാർ ആനകവും ദുന്ദുഭിയും മുഴക്കിയത് കൊണ്ട് അവർ ആനകദുന്ദുഭി എന്നൊരു പേര് വസുദേവരെ ഉറക്കെ വിളിച്ചു. വസുദേവരുടെ മറ്റൊരു പേരാണ് ആനകദുന്ദുഭി. അത് ഇവനിൽ നിന്നാണ് ഭഗവാൻ അവതരിക്കുന്നതെന്ന് കണ്ടിട്ടാണ് ദേവന്മാർ അവരിൽ നിന്ന് ആനകദുന്ദുഭികൾ മുഴക്കിയത്. പ്രധാത ശ്രുതദേവാജ ശ്രുതകൃത്യശ്രുതസ്രഭാഹം. ഇനിയും പ്രധാ ശ്രുതദേവ ശ്രുതകീർത്തി ശ്രുതസ്രഫ് രാജാധിദേവി എന്ന് 5 പേർ വസുദേവാദികൾ സഹോദരിമാരാണ്. പിതാവായ ശൂരൻ തന്റെ സഖാവും സന്താനഹീനനുമായ കുന്തി ഭോജനെ പ്രഥയെ ദാനം ചെയ്തു. അങ്ങനെയാണ് ഈ കുന്തി ഭോജന്റെ പുത്രിയായിട്ട് കുന്തി വരാൻ കാരണം. അങ്ങനെ ദാനം ചെയ്തുകൊണ്ടാണ്. പൃഥാ ശ്രുതദേവ ശ്രുതകീർത്തി ശ്രുതസ്രവഫ് രാജാധിദേവി ചൈതേഷം ഭഗിന്യ പഞ്ചകന്യകാഹ. 5 കന്യകമാരെ കുന്ദേഹ ഭക്ഷുപിത. കുന്തിയുടെ പിതാവായ കൂട്ടുകാരന് ശൂരോഹി അപുത്രസ്യ പ്രധാം. അങ്ങനെ ശൂരൻ അപുത്രനായ തന്റെ സഖാവിന് ഈ പ്രഥയെ അതാ ദാനം ചെയ്തു. പാപദുർവാഫുഭോ വിദ്യാം ദേവഹൂതിം പ്രതോഷിതാത് തസ്യ ബീജപരീക്ഷാർത്ഥം ആജുകാവരവിംശുജി. ആ കുന്തിയിൽ അവളെ കന്യാവസ്ഥയിൽ കർണൻ ജനിച്ച കഥ പറയാണ്. കുന്തി സ്വന്തം ഗൃഹത്തിൽ വന്നു ചേർന്ന ദുർവാഫോ വിദ്യാം, ദുർവാഫാവ് എന്ന മഹർഷിയെ പരിചരിച്ച് സന്തോഷിച്ചപ്പോൾ അവൾക്ക് വിദ്യയെ ദാനം ചെയ്തു. ദേവഹൂതിം പ്രതോഷിതാത്. ഏറ്റവും അധികം സന്തുഷ്ടനായി തീർന്ന അദ്ദേഹം ദേവന്മാരെ വിളിച്ചരികത്ത് വരുത്തുവാൻ തക്ക. ദേവഹൂതി ഒരു പേരല്ല. നമുക്ക് കർദമന്റെ കഥയിൽ പരിചയമുള്ള ദേവഹൂതിയല്ല. ദേവന്മാരെ ഹൂതി എന്ന് വെച്ചാൽ വിളിക്കുക. ദേവഹൂതിയും പ്രതോഷിത. ഈ വിദ്യ കൊടുത്തിട്ട് ഇഷ്ടമുള്ള ദേവന്മാരെ വിളിച്ചാൽ അവർ പ്രദോഷിച്ച് അവരിൽ പുത്രന്മാരുണ്ടാകും എന്നൊരു അനുഗ്രഹവും കൂടി കൊടുത്തു. ദേവഹൂതിം പ്രതോഷിത തസ്യാ ബീജപരീക്ഷാർത്ഥം ആജുഹാവരവിംശുചി. ഈ മന്ത്രത്തിന്റെ ബീജം പരീക്ഷിക്കാൻ വേണ്ടി അവൾ അപ്പം തന്നെ സൂര്യൻ എന്നെ വിളിച്ചു. സൂര്യൻ എന്ന ദേവനെ വിളിച്ചു. ഫാപദുർവാഫുഭോ വിദ്യം ദേവഹൂതിം പ്രതോഷിത തസ്യാ ബീജപരീക്ഷാർത്ഥം ആജുഹാവരവിംശുചി. തദൈവോപാഗതം ദേവം വീക്ഷ്യ വിസ്മിതമാനസാ പ്രത്യാർത്ഥം പ്രയുക്താമേ യാഹി ദേവക്ഷമസ്വമേ. അപ്പൊ തന്നെ സൂര്യദേവൻ തദൈവ ഉപാഗതം ദേവം വീക്ഷ്യ, അടുത്ത് വന്നിരിക്കുന്ന സൂര്യദേവനെ കണ്ടിട്ട് വിസ്മിതമാനസ, അത്ഭുതപ്പെട്ടവളായി തീർന്നിട്ട് പ്രത്യാർത്ഥം പ്രയുക്ത, വിശ്വാസത്തിന് വേണ്ടി ഞാൻ പ്രയോഗിച്ചതാണ് എൻ്റെ ഈ മന്ത്രം. യാഹി ദേവ പൊയ്ക്കൊള്ളൂ, ക്ഷമസ്വമേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ മന്ത്രം പരീക്ഷിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയാണ്, പൊയ്ക്കൊള്ളൂ എന്ന് സൂര്യനോട് പറഞ്ഞു. തദൈവോപാഗതം ദേവം വീക്ഷ്യ വിസ്മിതമാനസാം പ്രത്യാർത്ഥം പ്രയുക്താമേ യാഹി ദേവക്ഷമസ്വമേ. അമോഘം ദർശനം ദേവി ആതിഥ്യേത്വൈജാത്മജം യോനിര്യഥാ നദുഷേതകർത്താഹം തേ സുമധ്യമേ. അപ്പം സൂര്യൻ പറഞ്ഞു, ഹേ ദേവി, എന്റെ ദർശനം നിഷ്ഫലമാകാൻ പറ്റില്ല. അമോഘം ദർശനം ദേവി, അമോഘം നിഷ്ഫലമാകും. എന്നെ ആര് വിളിച്ചു വരുത്തി കണ്ടാലും അവർക്ക് എന്റെ ദർശനം നിഷ്ഫലമാകില്ല. അതുകൊണ്ട് ആതിഥ്യേ തൊഴിലാത്മജൻ, നിന്നിൽ ഞാൻ പുത്രനെ സൃഷ്ടിക്കാൻ പോവാൻ. ആതിഥ്യേ ആധാനം ചെയ്യുന്നു, തൊയ് നിന്നിൽ ആത്മജൻ. അതുകൊണ്ട് യോനി യഥാ ദുഷ്യത, അതുകൊണ്ട് നിന്റെ യോനി ദുഷിക്കില്ല. കർത്താഹം തേ സുമധ്യമേ, അങ്ങനെ ഞാൻ ആക്കി തീർത്തുകൊള്ളാം എന്ന്, നിന്റെ കന്യകാത്വം നഷ്ടപ്പെടാതെ നിന്നെ വീണ്ടും കന്യാക്ക ആക്കിക്കൊള്ളാം എന്ന് സൂര്യൻ അങ്ങോട്ട് അവരോട് പറഞ്ഞു. അമോഘം ദർശനം ദേവി ആതിഥ്യേത്വൈജാത്മജം
യോനിര്യഥാ നദുഷ്യേത കർത്താഹന്തേഷു മധ്യമേ ഇതി തസ്യാം ആധായ ഗർഭം സൂര്യോദിവം ഗതാം സദ്യ കുമാര സംജജ്ഞേ ദ്വിതീയൈവ ഭാസ്കരാം. ഇങ്ങനെ പറഞ്ഞ് തസ്യാം അവളിൽ ഗർഭം ആധായ ഗർഭത്തെ നിക്ഷേപിച്ചിട്ട് സൂര്യോദിവം ഗത സൂര്യൻ ആകാശത്തിലേക്ക് പോയി. സദ്യകുമാര സംജജ്ഞെ പെട്ടെന്ന് കുമാരനുണ്ടായി. ദ്വിതീയ ഭാസ്കരൻ രണ്ടാമതൊരു സൂര്യനെ പോലെ വെട്ടിത്തിറങ്ങുന്ന പ്രകാശിക്കുന്ന ഒരു പുത്രൻ ഉണ്ടായി. ഇതി തസ്യം ആധായ ഗർഭം സൂര്യോദിവം ഗതാം സദ്യകുമാര സംജജ്ഞേ ദ്വിതീയൈവ ഭാസ്കരാം തം നദീതോയേ വൃത്സാല്ലോകസ്യ ബിഭ്രതി പ്രപിതാമഹസ്താമുവാഹ പാണ്ഡുർവൈ സത്യവിക്രമാം തം അത്യജത് നദീതോയേ. ആ പുത്രനെ അവൾ നദീതോയത്തിൽ നദിയിലെ വെള്ളത്തിൽ ത്യജിച്ചു, ഉപേക്ഷിച്ചു. സങ്കടപ്പെട്ടുകൊണ്ടാണ്. ലോകസ്യ ബിഭ്യതി ലോകത്തിന്റെ അപവാദത്തെ ഭയന്നിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. ലോകാപവാദത്തെ ഭയന്നിട്ട് ഈ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി വിട്ടു. അതൊക്കെ നമുക്കറിയാവുന്ന കഥയാണ്. പ്രപിതാമഹസ്താം ഉവാഹ പാണ്ഡുർവൈ സത്യവിക്രമ. നിന്റെ പ്രപിതാമഹൻ, നിന്റെ പിതാവിന്റെ പിതാവിന്റെ പിതാവ് ആരെ? പാണ്ഡു. താം ഉവാഹ അവളെ വിവാഹം കഴിച്ചു. പാണ്ഡുർവൈ സത്യവിക്രമ നിന്റെ മുതുമുത്തശ്ശന്മാരായ പാണ്ഡു ഇവളെ പരീക്ഷിതനാണുള്ള കഥ അതുകൊണ്ട് പറഞ്ഞാണ് ഈ കുന്തിയെ വിവാഹം കഴിച്ചു. താം അത്യജൻ നദീതോയേ കൃത്സാല്ലോകസ്യ ബിഭ്യതി പ്രപിതാമഹസ്താം ഉവാഹ പാണ്ഡുർവൈ സത്യവിക്രമ ശ്രുതദേവാം തുകാരൂഷോ വൃദ്ധസർമാ സമഗ്രഹീത് യസ്യാം അഭൂദന്തവക്തൃഷിഷത്തോദിതേഫുതാം. കരൂഷദേശത്തിന്റെ അധിപതിയായ വൃദ്ധസർമാവ് ശ്രുതദേവയെ വിവാഹം കഴിച്ചു. ഓരോരുത്തരുടെ കഥയിങ്ങനെ പറഞ്ഞു വരിക. അവളിൽ ദന്തഭക്തൻ എന്നൊരു പുത്രൻ ഉണ്ടായി. പൂർവത്ത് ഋഷിയുടെ ശാപം കൊണ്ട് വിഷ്ണുഭാഷകനായ വിജയൻ രീതിയിൽ ഹിരണ്യക്ഷനായി ജനിച്ചിരുന്നവന്റെ പുത്രനാണ് ഈ ദന്തഭക്തൻ. ഈ ദന്തഭക്തന്റെ കഥ ഒന്ന് സൂചിപ്പിക്കുന്നുള്ളൂ. ഭാഗവതത്തിൽ ജൈവജന്മാരുടെ 6 ജന്മങ്ങളിലൊന്ന് ഈ പുത്രന്റെ ജന്മമായിട്ട് വരികയും ചെയ്യും. ശ്രുതദേവം തുകാരൂഷോ കാരൂഷാധിപതിയായ ശ്രുദേവനാകട്ടെ വൃദ്ധസർമാ സമഗ്രഹീത് അദ്ദേഹത്തിന് വൃദ്ധസർമാവായ അദ്ദേഹത്തിന് ശ്രുതദേവി എന്ന ഒരു പത്നി ഉണ്ടായി. യസ്യാം അപ്പോ ദന്തഭക്ത അവളിലാണ് ദന്തഭക്തം ഉണ്ടായത്. ഋഷിശബ്ദോദിതേ സുതാം അന്ന് സനകാദികളുടെ ശാപം കൊണ്ട് ദിതിയുടെ പുത്രനായിട്ട് ജനിച്ച ആണ് ഇവൻ. ശ്രുതദേവം തുകാരൂഷോ വൃദ്ധസർമാ സമഗ്രഹീത് യസ്യാം അഭൂദന്തഭക്ത ശിക്ഷ ഋഷിശബ്ദോദിതേ സുതാം. കൈകേയോ സൃഷ്ടകേതുശ്രുതകീർത്തി ശ്രുതകീർത്തിമവിന്ദതാം സന്ദർദനാദയസ്തസ്യാം പഞ്ചാസൻ കൈകയാ സുതാഹ. കേകയ രാജ്യത്തിന്റെ അധിപതിയായ ധൃഷ്ടകേതു കൈകേയോ കേകയത്തിന്റെ അധിപതിയായ ധൃഷ്ടകേതുവിന് ശ്രുതകീർത്തി അവിന്ദത. ധൃഷ്ടകേതു ശ്രുതകീർത്തി വിവാഹം ചെയ്തു. സന്ദർദനാദയ തസ്യാം പഞ്ചാശൻ കൈകയാഹ സുതാഹ. സന്ദർദനാദികളായ 5 പുത്രന്മാർ അവരെല്ലാം കൈകേയന്മാരെന്ന് പ്രസിദ്ധരാണ്. കേകയത്തിലെ രാജാക്കന്മാർ എന്ന മട്ടിൽ കൈകേയന്മാർ എന്ന പ്രസിദ്ധരാണ്. കൈകേയോ ധൃഷ്ടകേതുശ്ചാശ്രുതകീർത്തിം അവിന്ദത സന്ദർദനാദയസ്തസ്യാം പഞ്ചാസൻ കൈകയാഹ സുതാഹ.
രാജാതിരേഭ്യാമാപന്ത്യോ യേഷേനോ ജനിഷ്ടഃ ദമഘോഷശ്ചേതി രാജ സുതസ്രവമഗ്രഹീതം. രാജാധിദേവ്യാം അവന്ത്യവും, രാജാധിദേവിയായ ദേവിയിൽ ജയസേനൻ അവന്തി രാജാക്കന്മാരായ വിന്ദാനുവിന്ദന്മാരായ പേരായ 12 പുത്രന്മാരെ ജനിപ്പിച്ചു. രാജാധിദേവ്യാം ആവന്ത്യവും, അവന്തിയിലെ രാജാക്കന്മാരായ അവൻ വിന്ദാനുവിന്ദന്മാരെന്ന് 2 പുത്രന്മാരെ രാജാധിദേവി ജനിപ്പിച്ചു. ചേതിദേശാധിപതിയായ ദമഘോഷൻ ശ്രുതസ്രവസിനെ വിവാഹം കഴിച്ചു. രാജാധിദേവ്യാമാവന്ത്യോ ജേഷേനോ ജനിഷ്ടഃ ദമഘോഷഫുതശ്ചേതി രാജാം ശ്രുതസ്രവമഗ്രഹീത. ശിശുപാലഫുതസ്തസ്യാം കഥിതസ്തസ്യസംഭവാം ദേവഭാഗസ്യ കംസായാം ചിത്രകേതു ബൃഹത് ബലവും. ശ്രുതസ്രവസിന്റെ പുത്രനാണ് ശിശുപാലൻ. ശിശുപാല ഫുതസ്തസ്യാഹ അവളുടെ, കഥിതസ്തസ്യ സംഭവ അവന്റെ വൃത്താന്തം എന്താണ്? ഇതിനു മുമ്പ് 7ാമത്തെ സ്കന്ധത്തിൽ ഒന്ന് പറയപ്പെട്ടിരുന്നു. ഇപ്രകാരം വസുദേവ സഹോദരിമാരുടെയും ഭർത്താക്കന്മാരുടെയും പുത്രന്മാരുടെയും കഥ മുഴുവനാണ് ഇതുവരെ വിവരിച്ചത്. ശിശുപാല ഫുതസ്തസ്യാഹ കഥിതസ്തസ്യ സംഭവ ദേവഭാഗസ്യ കംസായാം ചിത്രകേതു ബൃഹത് ബലവും. ദേവഭാഗന്റെ ഭാര്യയായ കംസയിൽ ചിത്രകേതു ബൃഹത് ബലനെന്ന് 2 പുത്രന്മാരുണ്ടായി. കംസവത്യാം സുവസ്രവസാം സുവീര ഇഷുമാംസ്തഥാം കങ്കായാം ആനകാജാത സത്യജിത് പുരിജിത് തഥാം. ദേവസ്രവസിന്റെ ഭാര്യയായ കംസവതിയിലെ സുവീരൻ ഇഷുമാൻ എന്ന് 2 പുത്രന്മാർ. ദേവസ്രവസ കംസവത്യാം സുവീര ഇഷുമാൻ തഥ. അങ്ങനെ ആനകന്റെ ഭാര്യയായ കങ്കയിൽ സത്യജിത്ത് പുരിജിത്ത് എന്ന് 2 പുത്രന്മാർ. കംസവത്യാം സുതസ്ലാം ദേവസ്രവസ സുവീര ഇഷുമാം തഥാ കങ്കായാമാനകജാത സത്യജിത് പുരിജിത് തഥാ. സഞ്ജയോ രാഷ്ട്രബല്യം ച വൃഷദുർമർഷണാദികാൻ ഹരികേശ ഹിരണ്യാക്ഷോ ശൂരഭൂമ്യം ച ശ്യാമകാം. സഞ്ജയനെ രാഷ്ട്രപാലി എന്ന ഭാര്യയിൽ വൃഷൻ, ദുർമർഷണൻ മുതലായ പുത്രന്മാരും ശ്യാമകൻ, ശൂരഭൂമിയിൽ ഹരികേശൻ, ഹിരണ്യാക്ഷൻ എന്ന 2 പുത്രന്മാരെയും ജനിപ്പിച്ചു. സഞ്ജയോ രാഷ്ട്രപാല്യം ച വൃഷദുർമർഷണാദികാൻ ഹരികേശ ഹിരണ്യാക്ഷോ ശൂരഭൂമ്യം ച ശ്യാമകാം. ഇനിയും ശ്രീകൃഷ്ണന്റെ അവതാരം വരെ ഉള്ള ആ യാദവംശത്തിലെ ഓരോ വസുദേവന്റെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും ഒക്കെ കഥ പറഞ്ഞു വെച്ചിട്ടാണ് ഈ കൃഷ്ണാവതാരത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. 65ഓളം ശ്ലോകമുണ്ട്. നമുക്ക് എല്ലാവരും തീരില്ല. നമ്മുടെ സമയമായിട്ട് നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം. അടുത്ത ക്ലാസ് നമുക്കത് ഒരു 5-10 മിനിറ്റ് പറഞ്ഞു തീർക്കാനേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ നവമം തീരും. പിന്നെ ദശമത്തിന്റെ ബാക്കിയുള്ള നമുക്ക് 2 അധ്യായമുള്ളതും കൂടെ നമുക്ക് തീർത്തിട്ട് 2 ക്ലാസ്സും കൂടെ ഒന്നിച്ചാക്കിയിട്ട് ഏകാദശത്തിലേക്ക് 2 ഒന്ന് തന്നെയാണ്. 2 ദിവസം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരാൾ തന്നെയാണ് ഇതിന് വരുന്നത്. എന്നിട്ട് നമുക്ക് ഒറ്റ ക്ലാസ്സാക്കി ഏകാദശത്തിലേക്ക് പിന്നീട് നമുക്ക് പോകാം. പിന്നെ ഇവിടെ ഉപസംഹരിക്കാം. സംശയം എന്തെങ്കിലും ചോദിക്കാം. സാറ് ശിശുപാലനും ദന്തഭക്തനും സഹോദരന്മാരായിട്ടല്ലേ ജനിക്കുന്നേ? അതെ അതെ, നേരിട്ട് ജ്യേഷ്ഠാനുജന്മാരല്ല, കസിൻസ് ആണോ? സാറേ 28ാമത്തെ ശ്ലോകം തസ്യാം സഞ്ജയനാമാസാന്ന് സഞ്ജനയാമാസാന്നാണോ സാറേ? സജനയാമാസാന്ന് 28 28 വസുദേവം ഹരിസ്ഥാനം വദന്തി ആനകതുന്തിയാണോ? തസ്യാം വസുദേവം ദേവഭാഗം ദേവശ്രവസമാണ്. തസ്യ വീര്യപരീക്ഷാർത്ഥം ആജുഹാവ, അതാണോ? അല്ല അതല്ല സാറേ, 28 സാറേ. സസ്യാം സഞ്ജനയാമാസ.
സഞ്ജനയാമാസ എന്നായിരിക്കും അത്. ആ ഇതിനകത്ത് സ ജനയാമാസ അതുപോലെ അതുപോലെ സഞ്ജനയാമാസ ഒന്നിച്ചു വരും. ശരി സാർ. അല്ലെങ്കിൽ ഇന്ന് ഉപസംഹരിക്കാം. അടുത്ത ബുധനാഴ്ച പക്ഷേ ക്ലാസ് കാണില്ല, വ്യാഴാഴ്ച കാണത്തുള്ളൂ. ബുധനാഴ്ച സ്ഥലത്ത് കാണില്ല, വ്യാഴാഴ്ച ഉണ്ടാവും. വ്യാഴാഴ്ച നമുക്ക് ഈ ബാക്കി ഭാഗം തീർത്തിട്ട് മറ്റേലൊക്കെ വേണമെങ്കിൽ പ്രവേശിക്കാം. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാനേ ഉള്ളൂ. അപ്പം ഈ പുസ്തകവും മറ്റേ പുസ്തകവും കയ്യിൽ ഇരുന്നോട്ടെ. ഇത് തീർത്തിട്ട് നമുക്ക് ദശമത്തിലെ 88, 89 ആയും 90 വരെയുള്ളൂ, അതിലേക്ക് പ്രവേശിക്കാം. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. ആ